ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ പെയിന്റ് ഒന്നും ചെയ്തെടുക്കുന്നില്ല. പിന്നീട് നമ്മൾ എഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എഗ് ട്രേ വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത്. വീണ്ടും നമ്മളിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് ഇവിടെയായിട്ട് വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു 3 എണ്ണമാണ് നമുക്ക് വേണ്ടത്. അത് 3 നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇതിൽ നിന്നും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കൂൺ പോലെ ചെയ്തെടുക്കാനുള്ളതാണ്. അതും നമ്മളിവിടെ ഒരു 3 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബോട്ടിൽ ആർട്ട് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മൾ ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴെ നമുക്ക് കുറച്ച് പുല്ലുകൾ കൂടെ ഒട്ടിച്ചെടുക്കാനുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള കൂണിന് നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇതിൽ വൈറ്റ് പെയിന്റ് ഇതുപോലെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് കളർ പെയിന്റ് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ പറയണം. നമ്മൾ ഇതിൽ റെഡ് കളർ പെയിന്റും ഇതുപോലെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് പെയിന്റ് ഉപയോഗിച്ച് ഇതിൽ കുറച്ച് പുള്ളികൾ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ 3 എണ്ണത്തിലും ഇതുപോലെ പുള്ളികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ താഴെ ഒട്ടിച്ചെടുക്കാനുള്ള പുല്ലുകൾ കട്ട് ചെയ്തെടുക്കണം. അതും നമ്മൾ എഗ് ട്രേയിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. അപ്പൊ നമ്മൾ എഗ് ട്രേയിൽ നിന്നും ഇതുപോലെ പുല്ലുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ അതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനും കൂടെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബോട്ടിൽ ആർട്ട് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മൾ പുല്ലുകളിലൊക്കെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടിലിന്റെ നെക്കിൽ ഇതുപോലെ വൂളൻ ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റെഡ് കളർ വാഷി ടാപ്പും കൂടെ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെയായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോണും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയി ചെയ്തെടുത്തിട്ടുള്ള ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ബോട്ടിൽ ആർട്ട് കാണാനായിട്ട്? ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.